ഇപ്പോൾ നമ്മൾ സാങ്കേതിക സർവകലാശാലയിലേക്ക് SFIയുടെ മാർച്ച് നടക്കുന്നു. മാർച്ചിൽ സംഘർഷമുണ്ടായിരിക്കുന്നു. തത്സമയ വിവരങ്ങളിലേക്ക് നമ്മൾ പോകുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട്. അവിടെ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു മാർച്ചിനെ നേരിടാൻ പോലീസ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ തിരുവനന്തപുരത്ത് സാങ്കേതിക സർവകലാശാലയിലേക്ക് നടത്തുന്ന SFI മാർച്ചിന്റെ ദൃശ്യങ്ങളാണ്. SFI സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ്, പ്രസിഡന്റ് M ശിവപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. വൈസ് ചാൻസലറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള SFI മാർച്ചാണ് സംഘർഷത്തിലേക്ക് വഴിമാറിയിരിക്കുന്നത്. പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് SFI പ്രവർത്തകരെ തടഞ്ഞു നിർത്തിയിരിക്കുന്നു. സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത് കണ്ടപ്പോൾ പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ വിവരങ്ങൾ നൽകാനുണ്ട്. ഉമേഷ്, വിശദാംശങ്ങൾ എന്തൊക്കെ? ബാരിക്കേഡ് മറിച്ച് കടക്കാൻ ശ്രമിക്കുന്ന SFI പ്രവർത്തകരെയും നമുക്ക് സ്ക്രീനിൽ കാണാം. മുദ്രാവാക്യം വിളികളുമായി SFI പ്രവർത്തകർ ബാരിക്കേഡിന് മുന്നിൽ നിൽക്കുന്നു. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. വിശദാംശങ്ങൾ ഉമേഷ് ബാലകൃഷ്ണൻ നൽകും. ഞങ്ങളുടെ പ്രതിനിധി ഉമേഷ്, പറയൂ. ഇപ്പോൾ SFI പ്രവർത്തകർ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് കടന്നിട്ടുണ്ട്. നിരവധി പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പുറത്തേക്ക് ചാടി ഈ സാങ്കേതിക സർവകലാശാലയുടെ ഗേറ്റിന് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്. എന്തായാലും പ്രതിഷേധം ശക്തമായി തുടരുന്നുണ്ട്. വൈസ് ചാൻസലറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രതിഷേധം. ഈ ഇയർ ബാഗ് സംവിധാനം പൂർണ്ണമായി ഒഴിവാക്കുക, വൈസ് ചാൻസലർ രാജിവെക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. എന്തായാലും സമരം ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്നു. SFI പ്രവർത്തകർ ഈ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് ഇപ്പോൾ സർവകലാശാലയുടെ പ്രധാന കവാടത്തിലൂടെ തന്നെ അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പോലീസ് വിന്യാസമുണ്ട്. പോലീസ് ഒരു റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. ഇപ്പോഴും SFI പ്രവർത്തകർ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണ്. ഉമേഷ് ബാലകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളിപ്പോൾ കാണുന്നത് KTU, കേരള സാങ്കേതിക സർവകലാശാലയുടെ, കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ മുന്നിൽ നടക്കുന്ന അവിടേക്ക് നടന്നിട്ടുള്ള SFI മാർച്ചിന്റെ പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ്. പോലീസ് ബാരിക്കേഡ് ഉയർത്തി ഈ പ്രവർത്തകരെ തടഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകരിൽ ചിലർ ബാരിക്കേഡിന് മുകളിലൂടെ ക്യാമ്പസിലേക്ക് കടക്കാൻ ശ്രമം നടത്തിയിരുന്നു. പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. ഉമേഷ് ബാലകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയാണ് വിശദാംശങ്ങൾ പങ്കുവെക്കുന്നത്. ഗേറ്റ് ചാടാൻ വേണ്ടി പ്രവർത്തകർ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ നേരത്തെ കണ്ടു. ഇപ്പോൾ മുദ്രാവാക്യം വിളികളുമായി SFI പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നു. സ്ഥിരം BC നിയമനം എന്ന കോടതിയുടെ നിർദ്ദേശം ഉടൻ നടപ്പാക്കണം എന്നാവശ്യപ്പെട്ടു കൂടിയാണ് ഈ മാർച്ച്. അത് ഉമേഷ് ബാലകൃഷ്ണൻ നമ്മളോടൊപ്പം തുടരുന്നുണ്ട്. ഉമേഷ്, ഇപ്പോൾ ഏറെക്കുറെ ശാന്തമായിട്ടുണ്ടോ? നേരത്തെ ഒരു സംഘർഷ സാഹചര്യം അവിടെ നിലനിന്നിരുന്നല്ലോ. ഈ വിദ്യാർത്ഥികൾ ക്യാമ്പസിനകത്തേക്ക് കടക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ബാരിക്കേഡ് ചാടിക്കടക്കാനൊക്കെ ഏതാനും ചില പ്രവർത്തകർ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഉമേഷ്, മറ്റു വിവരങ്ങൾ എന്തൊക്കെ? ഇപ്പോഴും സമാനമായി ബാരിക്കേഡുകൾ ചാടിക്കടന്ന പ്രവർത്തകർ ഇപ്പോൾ പോലീസ് തടഞ്ഞു നിർത്തിയിരിക്കുകയാണ്. തൊട്ടിപ്പുറത്ത് ബാരിക്കേഡുകൾ മറികടന്ന് ബാരിക്കേഡിന് വേണ്ടി ഒരു സൈഡ് കയർ കെട്ടി തിരിച്ചിരുന്നു. ആ ഭാഗത്ത് നിന്ന് ഇപ്പോൾ SFI പ്രവർത്തകർ അകത്തേക്ക് പോകുന്ന, അതായത് പോലീസ് വലയം ഭേദിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഈ രീതിയിൽ ശക്തമായി തന്നെ പ്രതിഷേധം മുന്നോട്ട് പോകുന്നുണ്ട്. ഈ SFI പ്രവർത്തകർ തന്നെ ഈ പോലീസിനെ മാറ്റി ഇപ്പോൾ പ്രവർത്തകരെ കടത്തിവിടുകയാണ്. SFI പ്രവർത്തകർ പോലീസിനെ പിടിച്ചു മാറ്റി SFI പ്രവർത്തകരെ അകത്തേക്ക് കടത്തിവിടുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും പോലീസും SFI പ്രവർത്തകരും തമ്മിൽ നേരിയ ഒരു സംഘർഷത്തിലേക്കും കാര്യങ്ങൾ എത്തി. ക്ഷമിക്കണം. എന്തായാലും SFI പ്രവർത്തകർ ഒരു ഭാഗത്ത്, അതായത് SFI സംസ്ഥാന അധ്യക്ഷൻ ശിവപ്രസാദിന്റെ നേതൃത്വത്തിൽ തന്നെയാണ് ഇപ്പോൾ ഒരു കൂട്ടം പ്രവർത്തകരെ മാറ്റിവിടുന്നത്. അതേസമയം ഈ സാങ്കേതിക സർവകലാശാലയുടെ ഗേറ്റിന് മുന്നിൽ ഇപ്പോൾ ഈ ഗേറ്റിന് മുന്നിൽ തന്നെ കയറി നിന്ന്, കവാടത്തിന് മുകളിൽ കയറി നിന്ന് ഇപ്പോൾ പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ രീതിയിൽ ബാരിക്കേഡുകൾ ചാടിക്കടന്ന SFI പ്രവർത്തകർ സർവകലാശാല ആസ്ഥാനത്തിന് മുന്നിലെ ഏറ്റവും പ്രധാന കവാടത്തിന്റെ മുന്നിൽ കയറി നിന്ന് ഈ പ്രതിഷേധം തുടരുകയാണ്. പോലീസ് വലയങ്ങളെല്ലാം പൂർണ്ണമായി ഭേദിച്ചുകൊണ്ട്, നമ്മൾ എങ്ങനെയാണോ കേരള സർവകലാശാലയിൽ പ്രതിഷേധങ്ങൾ കണ്ടത്, സമാനമായ രീതിയിൽ തന്നെ ഈ SFI പ്രവർത്തകർ ഈ സാങ്കേതിക സർവകലാശാല, APJ അബ്ദുൽ കലാം സാങ്കേതിക സർവകലാശാല ആസ്ഥാനത്തിന്റെ പ്രധാന കവാടത്തിന്റെ മുകളിൽ കയറി നിന്ന് ഇപ്പോൾ പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഒരു റൗണ്ട് ജലപീരങ്കി പ്രയോഗിച്ചു. പക്ഷേ SFI പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായില്ല. അതിനുശേഷം ഈ ബാരിക്കേഡുകളുടെ സമീപത്ത് കൂടി ഈ SFI പ്രവർത്തകർ, SFI സംസ്ഥാന അധ്യക്ഷൻ അടക്കമുള്ളവർ തന്നെ ഈ പ്രവർത്തകരെ അകത്തേക്ക് വലിച്ച് ഈ പുറത്തേക്ക് ഈ ബാരിക്കേഡ് മറികടത്ത് ഇവിടെ എത്തിച്ച് ഇപ്പോൾ കവാടത്തിന് മുന്നിലേക്ക് ഈ പ്രതിഷേധം നിൽക്കുകയാണ്. വനിതാ SFI പ്രവർത്തകർ അടക്കം ഈ കവാടത്തിന് മുകളിൽ കയറി നിന്നുള്ള പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. വൈസ് ചാൻസലറുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രധാന പ്രതിഷേധം. വൈസ് ചാൻസലർ
രാജിവെക്കുക, ഈ ഇയർ ബാക്ക് സംവിധാനം പൂർണ്ണമായി ഒഴിവാക്കുക, സർവകലാശാലയുടെ ഭരണസംഭരണം ഒഴിവാക്കുക, വൈസ് ചാൻസലർ ഇപ്പോഴും തുടരുന്നത് നിയമവിരുദ്ധമായാണ്, കോടതി ഉത്തരവുണ്ടായിട്ടും വൈസ് ചാൻസലർ തുടരുന്നത് നിയമവിരുദ്ധമായാണ് തുടങ്ങി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം ശക്തമായി തന്നെ തുടരുന്നത്. എന്തായാലും കേരള സർവകലാശാലയിൽ എങ്ങനെയാണോ നമ്മൾ കണ്ടത് സമാനമായ രീതിയിൽ ഇപ്പോൾ പോലീസും SFI പ്രവർത്തകരും തമ്മിൽ വീണ്ടും ഒരു നേരിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. നേരത്തെ ഈ കവാടം മറികടന്ന് ഈ SFI പ്രവർത്തകരെ കടത്തിവിടാൻ വേണ്ടി SFI പ്രവർത്തക നേതാക്കൾ തന്നെ ശ്രമിച്ചെങ്കിലും അത് പോലീസ് തടഞ്ഞ സാഹചര്യത്തിലാണ് വീണ്ടും നേരിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. എന്തായാലും പോലീസിന്റെ ജലപീരങ്കിയും പോലീസിന്റെ ഈ ബാരിക്കേഡുകളുമൊന്നും ഈ SFI പ്രവർത്തകർക്ക് തടസ്സമായില്ല. അവർ കൃത്യമായി സമരം നടന്നു പോകുന്നു. അവർ ബാരിക്കേഡുകൾ മറികടന്നുകൊണ്ട് സർവകലാശാല ആസ്ഥാനത്തിന്റെ കവാടത്തിന് മുകളിൽ കയറി ഇപ്പോൾ പ്രതിഷേധിക്കുകയാണ്. കേരള സർവകലാശാലയിൽ എങ്ങനെയാണോ പ്രതിഷേധങ്ങൾ നടന്നത് സമാനമായുള്ള പ്രതിഷേധം ഇപ്പോൾ സാങ്കേതിക സർവകലാശാലയിൽ നടക്കുന്നു. വളരെ കുറവ് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ ഇവിടെയുള്ളൂ. കേരള സർവകലാശാലയിൽ ഉണ്ടായിരുന്നത് പോലെയല്ല, വളരെ കുറച്ച് പോലീസ് ഉദ്യോഗസ്ഥർ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പൂർണ്ണമായി SFI പ്രവർത്തകരെ നിയന്ത്രിച്ച് നിർത്താനും കഴിഞ്ഞിട്ടില്ല. സാങ്കേതിക സർവകലാശാലയുടെ ആ ബോർഡ് വെച്ചിരിക്കുന്ന ആ ബോർഡിന്റെ മുകളിൽ നിന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. അവരെ മാറ്റാനോ അല്ലെങ്കിൽ അവിടെ നിന്ന് താഴെ ഇറക്കിക്കാനോ അല്ലെങ്കിൽ അതിന് മുകളിൽ കയറുന്നത് തടയാനോ പോലും പോലീസ് ഉദ്യോഗസ്ഥരില്ല, പോലീസ് പ്രവർത്തകർ തുനിഞ്ഞിട്ടുമില്ല. ആ രീതിയിൽ ഉമേഷ് അത്രയധികം പോലീസുകാരെ വിന്യസിക്കാത്തത് വലിയ പ്രതിഷേധം ഉണ്ടാകുമെന്ന് അറിയുന്നതല്ലേ? തീർച്ചയായും ഈ രീതിയിൽ പോലീസ് ഒരു ഭാഗത്ത് നോക്കി നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കേരള സർവകലാശാലയിൽ എങ്ങനെയാണോ കണ്ടത് സമാനമായ രീതിയിൽ പോലീസ് ഈ SFI പ്രവർത്തകരകത്ത് കയറുമ്പോൾ പോലീസ് കാര്യമായ ആക്ഷൻ ഒന്നും എടുക്കാതെ നോക്കി നിൽക്കുന്നുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ അത് കാണാം. പോലീസ് ഒരു ഭാഗത്ത് നിൽക്കുന്നു, ബാരിക്കേഡ് ഈ ഷീൽഡും എല്ലാം പിടിച്ച് തൊട്ടപ്പുറത്ത് ഗേറ്റിൽ കൂടി തന്നെ അവർ അകത്തേക്ക് കയറുന്നു. എന്തായാലും പോലീസ് കൂടി ഒരുപക്ഷെ വലിയ ആക്ഷൻ എടുക്കരുത് അല്ലെങ്കിൽ ഈ പോലീസ് ആക്ഷൻ ഉണ്ടാകരുത് എന്നുള്ള നിർദ്ദേശം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൂടിയായിരിക്കണം എന്തായാലും പോലീസ് ആക്ഷൻ ഒന്നും എടുത്തിട്ടില്ല ഇതുവരെ. SFI പ്രവർത്തകർ ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ആ ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും SFI പ്രവർത്തകർ പിന്മാറാൻ തയ്യാറായിട്ടില്ല. അവരിപ്പോൾ ബാരിക്കേഡുകൾ പൂർണ്ണമായി മറികടന്ന്, കാരണം ബാരിക്കേഡുകൾ ഏകദേശം 2 മണിക്കൂർ മുമ്പ് തന്നെ പൂർണ്ണമായി ഇവിടെ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് സമരക്കാരെ നേരിടാൻ ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരുന്നു. 2 മണിക്കൂർ മുമ്പ് തന്നെ ഗതാഗതവും പൂർണ്ണമായി നിയന്ത്രിച്ചിരുന്നു. അതിനുശേഷവും 2 മണിക്കൂറായി ഈ ഭാഗത്തുകൂടി ഒരു വാഹനങ്ങൾ പോലും കടത്തിവിടാതെ ഇവിടെ ഇപ്പോൾ SFI സംസ്ഥാന അധ്യക്ഷൻ ഉമേഷ്, ഇതിപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. SFI പ്രവർത്തകർ ഗേറ്റ് ചാടി കടക്കുന്നുണ്ട്, മതിൽ ചാടുന്നുണ്ട്. എന്നിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു തരത്തിലുള്ള എതിർപ്പും ഉണ്ടാകുന്നില്ല എന്നുള്ളത് അതിശയിപ്പിക്കുന്നു. നമ്മൾ കേരള സർവകലാശാലയിലും സമാനമായ കാഴ്ചകൾ കണ്ടതാണ്. കേരള സർവകലാശാലയിലും സമാനമായ പ്രതിഷേധങ്ങൾ കണ്ടതാണ്. കാരണം ഈ രീതിയിൽ SFI പ്രവർത്തകർ അകത്തേക്ക് കയറുന്ന ഘട്ടത്തിൽ പോലീസിനെ തടയാനോ പോലീസ് അത് ബലം പ്രയോഗിച്ച് തടയാനോ ശ്രമിച്ചിട്ടില്ല. പോലീസിൻ്റെതായ രീതിയിൽ ബാരിക്കേഡുകൾ ഉപയോഗിച്ചും ഷീൽഡ് ഉപയോഗിച്ചും തടയാനാണ് ശ്രമിച്ചത്. അതേ രീതിയിൽ തന്നെയാണ് ഇവിടുത്തെ സമരം. ഷീൽഡുകളും പോലീസിനെ പിടിച്ചു മാറ്റി തന്നെ SFI പ്രവർത്തകർ ഈ ഒരു സമര കേന്ദ്രത്തിലേക്ക്, അതായത് ഈ ബാരിക്കേഡുകൾ മറികടന്ന് സമര കേന്ദ്രമായ സർവകലാശാലയുടെ ഏറ്റവും മുന്നിലെത്തി അവിടെ മുദ്രാവാക്യം വിളിക്കുന്നു. ഒരു വിഭാഗം പ്രവർത്തകർ സർവകലാശാല മറികടന്ന്, അതായത് സർവകലാശാലയുടെ ഗേറ്റ് ചാടിക്കടന്ന് അകത്തേക്ക് കയറി. അത് സംസ്ഥാന അധ്യക്ഷനടക്കമുള്ളവർ ഈ ഗേറ്റുകളും ഈ കമ്പി വേലികളും ചാടിക്കടന്ന് അകത്ത് കയറി കഴിഞ്ഞു. ഈ രീതിയിൽ പ്രതിഷേധം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. VC രാജിവെക്കുക, ഇയർ ബാക്ക് സംവിധാനം പൂർണ്ണമായി ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം പ്രഖ്യാപിച്ചത്. ഈ ഇയർ ബാക്ക് സംവിധാനം 1 വർഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്. പക്ഷേ ഇയർ ബാക്ക് സംവിധാനം പൂർണ്ണമായി ഒഴിവാക്കുക എന്നുള്ള ആവശ്യമാണ് SFI പ്രവർത്തകർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ അപ്പോഴും അത് പൂർണ്ണമായി മാറ്റുക ഒരു നിയമപ്രശ്നം കൂടിയുണ്ട്. കോടതിയിൽ കിടക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ആവശ്യം അവർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ വൈസ് ചാൻസലർ നിലവിൽ ഇവിടെ തുടരുന്നത് നിയമവിരുദ്ധമായിട്ടാണ് എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് CPM SFIയും എല്ലാം. ആ രീതിയിൽ തന്നെയാണ് ഇവർ വൈസ് ചാൻസലർ രാജിയാണ് ഇവർ ഇപ്പോൾ ഏറ്റവും പ്രധാനമായി മുന്നോട്ട് വെക്കുന്നത്. വൈസ് ചാൻസലർ കോടതി വിധിക്ക് വിരുദ്ധമായിട്ടാണ് വൈസ് ചാൻസലർ K. ശിവപ്രസാദ് സാങ്കേതിക സർവകലാശാല VC ആയി തുടരുന്നത്. ആ സാഹചര്യത്തിലാണ്